ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കണം, പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഒരു സവോള, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞത്, കനം കുറച്ച് അരിയണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ബോൺലെസ് ചിക്കനും കുറച്ച് സവോളയും, പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളവും, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് നമ്മൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 3 വിസിലോളം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കൻ നാരായിട്ടാക്കി എടുക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ട് അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ചെറുതായി അരിഞ്ഞ ബീൻസ് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് വരണ്ട് കിട്ടണം. ഇത് ഒത്തിരി വേഗം പാടില്ല, എന്നാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുക, അങ്ങനെ ഒരു രീതിയിൽ ഇതെടുക്കണം. പിന്നെ അതിലോട്ട് കുറച്ച് സവോള എടുത്ത് ചേർത്ത് കൊടുക്കാം. സവോളയുടെ ഒന്നും ഒത്തിരി ആവശ്യമില്ല, ഇതൊക്കെ ഇത്രയും മതി. എന്നിട്ട് ഇവയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് കുറച്ചൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി നമുക്കിത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 1 ടേബിൾ സ്പൂണോളാണ് നമുക്ക് ഈ സൂപ്പിന് ആവശ്യം, അത് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കുരുമുളക് പൊടി എത്രത്തോളം ചേർക്കുക അത്രത്തോളം ടേസ്റ്റും കൂടുന്നതാണ്. പിന്നെ നല്ല വയറിനൊക്കെ നല്ലതാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ നാരുകളായി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സൂപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്നിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. അതുവരെ ഇതിങ്ങനെ ഇളക്കി അടുപ്പേ വെക്കണം. ഇത് ഒന്ന് ചൂടാവുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മുട്ട പൊട്ടിച്ച് വിട്ടണം. എന്നിട്ട് ആ മുട്ട നമ്മൾ സൂപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സൂപ്പിന് മുട്ട ആവശ്യമാണ്. ഈ മുട്ട ഈ സൂപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലും നമുക്ക് റെസ്റ്റോറൻറ്റിലെ സൂപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൂപ്പൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.